സെവൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ 7th ലെസണായ മാതൃഭാഷ की पहचान എന്ന ലെസൺ നോക്കാം. एक दिन രാജാ കൃഷ്ണദേവരായ് ദർബാർ മേ ബൈഠേ थे. ഒരു ദിവസം രാജാവായ കൃഷ്ണദേവരായർ തൻ്റെ ദർബാർ എന്ന് പറഞ്ഞാൽ രാജ്യസഭ, രാജ്യകാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് തൻ്റെ മന്ത്രിമാരും മറ്റുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് സഭ കൂടുന്ന ആ സ്ഥലത്തിനെയാണ് ദർബാർ എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുകയായിരുന്നു. സഭി ദർബാരിയോം കെ ബീച്ച് ഹാസ് പരിഹാസ് ചൽ രഹാ ഥാ. ആ ദർബാറിൽ ഇരുന്ന ആൾക്കാരെല്ലാം പരസ്പരം തമാശയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തഭി ദർബാർമേ ഏക്ക് വിദ്വാൻ ബ്രാഹ്മൺ ആയെ. അപ്പോഴാണ് ആ രാജസദസ്സിലേക്ക് ഒരു പണ്ഡിതനായ ബ്രാഹ്മണൻ വന്നത്. ഉനോനെ മഹാരാജ് കോ അപ്ന പരിചയ് ദിയ ഓർ കഹ. തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? രാജൻ, അല്ലയോ രാജാവേ, സുനാഹെ ആപ്കെ ദർബാർ മേ ഏക് സേ ബഡ്കർ ഏക് യോഗ്യ ഓർ വിദ്വാൻ ദർബാരി ഹെ. ഞാൻ കേട്ടിട്ടുണ്ട് താങ്കളുടെ ഈ രാജസദസ്സിൽ എന്താണ് ഒന്നിനേക്കാൾ മെച്ചപ്പെട്ട, അതായത് അവരെ പരസ്പരം പറഞ്ഞാൽ ആരാണ് കൂടുതൽ ബുദ്ധിമാനെന്ന് പറയാൻ പറ്റാത്തത്രയും പണ്ഡിതന്മാരായ ആൾക്കാർ താങ്കളുടെ ഈ ദർബാറിൽ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. രാജാ കൃഷ്ണദേവ് റായ് പ്രസന്ന ഹോത്തേ ഹുയേ പോലെ. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ രാജാവിന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ എന്താണ് പറഞ്ഞത്? ആപ്നെ ബിൽക്കുൽ സഹി സുനാഹെ. താങ്കൾ കേട്ടത് ശരിയാണ്. ബ്രാഹ്മൺ ദേവത മുझे अपने ദർബാരിയോं की യോഗ്യത और വിദ്വത്ത पर गर्व है. അല്ലയോ ബ്രാഹ്മണ, എൻ്റെ ദർബാറിലുള്ള ആൾക്കാരെക്കുറിച്ച്, അവരുടെ യോഗ്യതയെയും അവരുടെ ആ പാണ്ഡിത്യത്തെയും കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. ഗർവ് കർത്താ ഹെ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്നു. ബ്രാഹ്മൺ ने मुस्कुराते हुए कहा, महाराज मैं आपके दरबारियों की बुद्धिमत्ता की परीक्षा ലേനാ ചാഹത്താ ഹും. അപ്പോൾ ബ്രാഹ്മണൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാരാജൻ, താങ്കളുടെ ദർബാറിലുള്ള വ്യക്തികളെ, അതായത് താങ്കളുടെ ദർബാറിൽ ഉപസ്ഥിതരായ പ്രസൻ്റായിട്ടുള്ള ഈ പണ്ഡിതന്മാരുടെ ബുദ്ധിയെ ഞാനൊന്ന് അളക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയണം. രാജാനെ കഹ അവശ്യലേ. അപ്പോൾ രാജാവ് അതിന് മറുപടി പറഞ്ഞു, തീർച്ചയായും താങ്കൾ എൻ്റെ പണ്ഡിതന്മാരെ, അവരുടെ ബുദ്ധിയെക്കുറിച്ച് താങ്കൾക്ക് എന്തു വേണോ ടെസ്റ്റ് നടത്താം. ക്യാ ആപ്കെ ദർബാരിയോ മേ സെ കോയി ബത്താ സക്താ ഹെ കി മേരി മാതൃഭാഷ കോൻസി ഹെ. താങ്കളുടെ ദർബാറിൽ ഉപസ്ഥിതരായ പണ്ഡിതന്മാരിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എൻ്റെ മാതൃഭാഷ എന്താണെന്ന് എന്ന് ബ്രാഹ്മണൻ ചോദിച്ചു. രാജാനെ കഹ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഹാ ക്യോ നഹി. പിന്നെന്താ, പറയുമല്ലോ, തീർച്ചയായും എന്ന് അദ്ദേഹം പറഞ്ഞു. രാജാക്കെ ഇത്തന കഹത്തെ ഹി അതിഥി ബ്രാഹ്മണനെ ബോൽന ശുരു കിയ. രാജാവ് ഇത്രയും പറഞ്ഞതും അതിഥി ബ്രാഹ്മണൻ പറഞ്ഞു, പഹലെ മറാഠി, ഫിർ കൊങ്കണി, ഫിർ തമിഴ്, കന്നഡ്, മലയാളം, തെലുഗു. എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം മറാഠിയിൽ പറഞ്ഞു, പിന്നെ കൊങ്കണി ഭാഷ, പിന്നെ തമിഴ്, കന്നഡ, മലയാളം, തെലുഗു എന്നീ ഭാഷകൾ അദ്ദേഹം സംസാരിച്ചു. സഭി ദർബാറി അചംബിതുഥെ. എല്ലാ പേരും ഒന്ന് ഞെട്ടിപ്പോയി. ആ ദർബാറിലുള്ള പണ്ഡിതന്മാർ ഒന്ന് ഞെട്ടി. കാരണം എന്താണ്? അദ്ദേഹം അത്രയും ഫ്ലുവൻ്റ് ആയിട്ടാണ് ഈ ഭാഷകളൊക്കെ സംസാരിച്ചത്. അതിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ മാതൃഭാഷ, മദർ ടങ് ഏതാണെന്നറിയാൻ പറ്റില്ലായിരുന്നു. വേ ജിസ് ഭാഷ മേ ബോൾത്തെ ലഗ്താ ഥാ കി വഹി ഉൻകി മാതൃഭാഷ ഹെ. അദ്ദേഹം ഏത് ഭാഷയാണോ സംസാരിച്ചത് ആ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ മദർ ടങ് എന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. ക്യോങ്കി പ്രത്യേക ഭാഷാക്കെ വേ പൂർണ്ണ ജ്ഞാതാഥെ. ഓരോ ഭാഷയിലും, പ്രത്യേകം എന്ന് വെച്ചാൽ ഈച്ച്, അദ്ദേഹം അവിടെ സംസാരിച്ച ഓരോ ഭാഷയിലും അദ്ദേഹത്തിന് പൂർണ്ണമായ നോളേജ് ഉണ്ടായിരുന്നു. കിസി കി ഭി സമജ് മേ നഹി ആയാ കി ഉൻകി മാതൃഭാഷ കോൻസി ഹെ. ആർക്കും പിടികിട്ടിയില്ല, മനസ്സിലായില്ല അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ഏതാണെന്ന്. രാജാ കൃഷ്ണദേവ് റായിനെ പ്രശ്നവാചക് മുദ്രാമേ തെനാലി രാമൻ കി ഓർ ദേഖ. രാജാ കൃഷ്ണദേവരായ് എന്ത് ചെയ്തു? ഒരു ക്വസ്റ്റ്യൻ പോലെ തെനാലി രാമനെ ഒന്ന് നോക്കി. തെനാലി രാമൻ മുസ്കുരായെ ഓർ ബോലെ. അപ്പോൾ തെനാലി രാമന് മനസ്സിലായി ഇതിനുള്ള ഒരു സൊല്യൂഷൻ
താൻ തന്നെ കാണണമെന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജ് മുझे 3 दिन का समय दे. മഹാരാജ, എനിക്ക് 3 ദിവസത്തെ ടൈം തരണം. തബ് തക് ബ്രാഹ്മൺ ദേവതാ കോ അതിഥി ഗൃഹ മേ ടഹരായേ और मुझे इनकी सेवा का अवसर दे. അപ്പോഴേക്കും ഈ 3 ദിവസം ഈ ബ്രാഹ്മണനെ നമുക്ക് അതിഥി ഗൃഹത്തിൽ ഗസ്റ്റ് റൂമിൽ താമസിപ്പിക്കാം. എനിക്ക് ഇദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാനുള്ള അവസരവും തരണം. ഇദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള അവസരം എനിക്ക് തരണം എന്ന് അദ്ദേഹം പറഞ്ഞു. രാജാ കൃഷ്ണദേവരായനെ തെനാലിരാമൻ കി ബാത്തേ മാൻലി. രാജാ കൃഷ്ണദേവരായർ തെനാലിരാമൻ്റെ ആ ഒരു അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. തെനാലിരാമൻ ഉസി ദിൻ സേ ബ്രാഹ്മൺ കി സേവാമേ ജുഡ് ഗയേ. അന്നു മുതൽ തെനാലിരാമൻ ഈ ബ്രാഹ്മണൻ്റെ സേവനത്തിനായിട്ട് സന്നദ്ധനായിട്ട് നിന്നു. അതായത് അദ്ദേഹം എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അവയൊക്കെ ചെയ്തു കൊടുക്കാൻ തെനാലിരാമൻ അവിടെ ഉണ്ടായിരുന്നു. एक दिन जब अतिथि ब्राह्मण विश्राम कर रहे थे, तेनालीरामन उनके पाँव दबाने के बहाने उनके कक्ष में गए. ഒരു ദിവസം തെനാലിരാമൻ ഈ ബ്രാഹ്മണനെ ശുശ്രൂഷിക്കാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കക്ഷമേങ്കെ റൂമിലേക്ക് പോയി. और उनके पाँव में कांटा चुभा दिया. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലിലൊരു, കാണ്ടായുടെ മീനിങ് മുള്ള്, സൂചി എന്നൊക്കെ സാഹചര്യമനുസരിച്ച് അതിൻ്റെ മീനിങ് വരും. ഒരു മൂർച്ചയുള്ള ചെറിയൊരു വസ്തു കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒന്ന് കുത്തി. ബ്രാഹ്മൺ ദർദ് സേ ചീഖ് പടേ. ആ ബ്രാഹ്മണൻ വേദന കൊണ്ട് അലറി വിളിച്ചു. ഓർ തമിഴ് ഭാഷാമേ അമ്മ അമ്മ പുക്കാറിനെ ലഗി. എന്നിട്ട് തമിഴ് ലാംഗ്വേജിൽ അമ്മ അമ്മ എന്ന് വിളിക്കുവാൻ തുടങ്ങി. തെനാലിരാമനെ ബ്രാഹ്മൺ സേ ഹാത്ത് ജോഡുകർ ക്ഷമ മാങ്ങി. കൈകൾ കൂപ്പി തെനാലിരാമൻ ആ ബ്രാഹ്മണനോട് ക്ഷമയാചിച്ചു. അഗലേ ദിൻ ദർബാർ മേ സഭി ബൈഠേ ഥേ. അടുത്ത ദിവസം ദർബാറിൽ എല്ലാവരും ഇരിക്കുകയായിരുന്നു. അതിഥി ബ്രാഹ്മണായേ ഓർ ബോലെ. അതിഥി ബ്രാഹ്മണൻ വന്നു എന്നിട്ട് പറഞ്ഞു, മഹാരാജ് ആജ് തീസരാ ദിൻ സമാപ്ത ഹോനെ വാലാ ഹെ. അതായത് രാജാവേ, ഇന്ന് 3-ാമത്തെ ദിവസം അവസാനിക്കുകയാണ്. അതായത് 3 ദിവസത്തിനകം നിങ്ങളുടെ മദർ ടങ്ക് പറയാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് ആ ദിവസം അവസാനിച്ചിരിക്കുന്നു. ക്യാ ആജ് മേരെ പ്രശ്ന കാ ഉത്തർ മിൽ ജായേഗ. എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇന്ന് കിട്ടുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. മഹാരാജനെ തെനാലിരാമൻ കിയോർ ദേഖ. അപ്പോൾ മഹാരാജൻ തെനാലിരാമനെ ഒന്ന് നോക്കി. തെനാലിരാമൻ ഹാത്ത് ജോഡുകർ ബോലെ. തെനാലിരാമൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, മഹാരാജ് ഇൻകി മാതൃഭാഷ തമിഴ് ഹെ. രാജാവേ, ഇദ്ദേഹത്തിൻ്റെ മാതൃഭാഷ മദർ ടങ്ക് തമിഴാണ് എന്ന് പറഞ്ഞു. രാജാ കൃഷ്ണദേവരായ കുച്ച് ബോൾത്തെ ഇസ്സെ പഹലെ ഹി വിദ്വാൻ ബ്രാഹ്മൺ ബോലുഠെ. ആ പണ്ഡിതനായ ബ്രാഹ്മണൻ തെനാലിരാമൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുന്നേ പറയാൻ തുടങ്ങി. വാ വാ തെനാലിരാമൻ മാൻ ഗയാ ആപ്കോ, കിന്തു ആപ് ബതായേ കി ആപ്നെ കേസേ ജാന. അപ്പോൾ അദ്ദേഹം ചോദിച്ചെന്താണ്, ഒന്ന് പറയാമോ, നിങ്ങളിത് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന്. എൻ്റെ ഭാഷ തമിഴാണെന്ന്, മാതൃഭാഷ തമിഴാണെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം ചോദിച്ചു. തെനാലിരാമനെ വിനമ്രതാപൂർവ്വ കഹ. വളരെ വിനമ്രതാപൂർവ്വം എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടെ തെനാലിരാമൻ പറഞ്ഞു, ഹേ അതിഥി ബ്രാഹ്മൺ, കൽ വിശ്രാം കർത്തേ സമയ ജബ് ആപ്കോ കാണ്ടാ ചുഭാ ഥാ തബ് ആപ്നെ തമിഴ് ഭാഷാ മേ ഹി അമ്മ അമ്മ പുകാരാ ഥാ. താങ്കളുടെ കാലിൽ മുള്ളു കൊണ്ടപ്പോൾ താങ്കൾ തമിഴ് ഭാഷയിലായിരുന്നു അമ്മ അമ്മ എന്ന് വിളിച്ചിരുന്നത്. യഹ് സുൻകർ മേനെ അനുമാൻ ലഗാ ലിയാ കി ആപ്കി മാതൃഭാഷ തമിഴ് ഹെ. അത് കേട്ടതും ഞാൻ താങ്കളുടെ മാതൃഭാഷ മദർ ടങ് തമിഴ് ആണെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി. ക്യോങ്കി ജബ് വ്യക്തി കിസി പ്രകാർ കെ കഷ്ട് മേ ഹോത്താ ഹെ തബ് വോ അപ്നി മാതൃഭാഷ മേ ഹി മാ യാ ഈശ്വർ കോ പുകാർത്താ ഹെ. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ അയാൾ തൻ്റെ മാതൃഭാഷയിൽ അമ്മ അല്ലെങ്കിൽ ഈശ്വരൻ എന്നേ വിളിക്കാറുള്ളൂ. മുझे ക്ഷമാ കർ ദീജിയെ. എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിച്ചെന്തിനാണ്? ആ മൂർച്ചയുള്ള സാധനം കൊണ്ട് കുത്തിയതിനായിരുന്നു അദ്ദേഹം ക്ഷമ ചോദിച്ചത്. യഹ് ജാൻനെ കെ ലിയെ മുझे ആപ്കോ കാണ്ടാ ചുഭാന പട. ഇതറിയുന്നതിന് വേണ്ടിയിട്ട് താങ്കളെ ആ മുള്ളുകൊണ്ട് കുത്തേണ്ടി വന്നതിന് എന്നോട് ക്ഷമിക്കണമെന്ന് അദ്ദേഹം യാചിച്ചു. ബ്രാഹ്മൺ
തെനാലിരാമൻ കോ ഗലേ ലഗാത്തെ ഹുയെ ബോലെ. ആ ബ്രാഹ്മണൻ തെനാലിരാമനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഹഗ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ആ ധന്യ ഹേ തെനാലിരാമൻ, आप वास्तव में कृष्णदेवराय के दरबार के बेशकीमती रत्न है. താങ്കൾ യഥാർത്ഥത്തിൽ കൃഷ്ണദേവരായരുടെ ദർബാറിലെ തികച്ചും വിലമതിക്കാനാവാത്ത ഒരു രത്നം തന്നെയാണ്. फिर राजा कृष्णदेवराय को संबोधित करते हुए बोले, महाराज मैं तेनालीरामन के उत्तर से संतुष्ट हूँ. എന്നിട്ട് കൃഷ്ണദേവരായരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മഹാരാജ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തെനാലിരാമൻ പറഞ്ഞ ആൻസറിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞു. അതിഥി ബ്രാഹ്മൺ കെ മുഖ് സേ യഹ് ബാത് സുൻകർ രാജ അത്യന്ത് പ്രസന്ന ഹുയെ. അതിഥി ബ്രാഹ്മണൻ്റെ വായിൽ നിന്നും അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ നമ്മുടെ രാജാവിന് വളരെയധികം സന്തോഷമായി. उन्होंने अपने गले की मोतियों की माला तेनालीरामन को पहनाയ. വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങളായിരിക്കും രാജാക്കന്മാർ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുത്തിൻ്റെ ഒരു മാല തെനാലിരാമന് അദ്ദേഹം ഗിഫ്റ്റായിട്ട് നൽകി. പെഹനാന എന്ന് വെച്ചാൽ അണിയിക്കുക. അദ്ദേഹത്തിൻ്റെ തൻ്റെ കഴുത്തിൽ കിടന്ന മാല ഊരി അണിയിച്ചു. എന്ത് മാലയാണ്? മോത്തി കാ ഹാർ, മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ മാല.